ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ്സിന്റെ പേര് ശ്രീഭാമ എന്നാണ്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും ഇപ്പൊ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോലെ, ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ടാവൂലേ, പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ മക്കൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് മിസ് ഇന്ന് ഓടി മക്കളെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാല്ലേ, എന്താണ് ആ കാര്യം എന്താന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്, അപ്പൊ എന്റെ എല്ലാ മക്കൾക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ, ഈ പൂക്കൾ കാണുക, അതേപോലെ ശലഭങ്ങളെ കാണുക, പൂമ്പാറ്റകളൊക്കെ നിരീക്ഷിക്കുക എന്നൊക്കെ പറയുന്നല്ലേ. നമ്മുടെ വീടിന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ, ഗ്രാമങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒന്നാണ് ഇങ്ങനെ പാറി 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 നടക്കുന്ന കുഞ്ഞി പൂമ്പാറ്റകൾ അല്ലേ. മിസ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ പൂമ്പാറ്റകളെ കാണാൻ. നല്ല രസമാണല്ലേ. ചിലത് കാണാൻ നല്ല കളറായിരിക്കും, ചിലത് ബ്ലൂ കളറ്, ചിലത് യെല്ലോ കളറ്. എന്ത് രസമാണ് ഈ പൂമ്പാറ്റകളെ നിരീക്ഷിക്കുക അല്ലേ. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും നിരീക്ഷിക്കാറുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ മിസ്സിന് വേണ്ടിയിട്ട് താഴെ കമന്റ് ഒക്കെ ചെയ്യണം. നിങ്ങൾ കണ്ടിട്ടുള്ള പൂമ്പാറ്റകളുടെ കളർ ഏതാണ്, ഏതൊക്കെ പൂമ്പാറ്റകൾ എന്റെ മക്കൾക്ക് അറിയാന്നൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പൂമ്പാറ്റകളുടെ കുഞ്ഞിതായിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട് പൂമ്പാറ്റകള്, എന്തൊക്കെയാണെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം അല്ലെ. യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് മിസ് പറയുന്നതെന്ന് വെച്ചാൽ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് പൂമ്പാറ്റകളാട്ടോ. നമ്മൾ കളറ് കണ്ടിട്ട് ചിലത് ഐഡന്റിഫൈ ചെയ്യാറുണ്ട് അല്ലേ. ചിലതിന്റെ കളറ് കണ്ടിട്ട്, ചിലതിന്റെ ഭംഗി എന്ന് വെച്ചാൽ ചിറകിന്റെ ഇത് കണ്ടിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ എന്താണ് പൂമ്പാറ്റകൾ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന് ഓരോന്നിനും ചെറിയ പൂമ്പാറ്റകൾക്ക് ഓരോരോ പേരുണ്ട്. അപ്പൊ ആ പേരൊന്നും നമുക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. അപ്പൊ നമുക്ക് നമ്മുടെ സൈലത്തിന്റെ മക്കൾക്ക് എന്താണ് അതിന്റെ എല്ലാം പേരൊക്കെ ഇനി അറിയാൻ പോവാണ്. കുഞ്ഞിതായിട്ടുള്ള കുറച്ച് പേരുകളേ ഉള്ളൂ. നമുക്ക് ഓടിച്ച് വേഗം നോക്കാം. യെസ്, അപ്പൊ ഇന്ത്യൻ ക്രോ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒന്നുണ്ട്, അരളി ശലഭം എന്നാ പറയാ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ശലഭം ഈ ഒരു കളറിലൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നുണ്ട്, ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു കളറ്. ഇതൊക്കെ മിസ്സിന്റെ വീടിന് ചുറ്റും കാണാറുണ്ട്, മക്കളുടെ വീടിന്റെ ചുറ്റും കാണാറുണ്ടാവുമായിരിക്കും അല്ലേ. എന്ത് രസാ കാണാല്ലേ, നല്ല കുഞ്ഞിതായിട്ടുള്ള വൈറ്റ് ഇങ്ങനെ ഓരോരോ ഡിസൈൻ ഒക്കെ കൊടുത്ത് എന്ത് രസാ പൂമ്പാറ്റകളൊക്കെ കാണാം അല്ലേ. യെസ്, അപ്പൊ ഈ അരളി ശലഭം, അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഈ പൂമ്പാറ്റകൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ പൂമ്പാറ്റകൾ ഒരു നമുക്കറിയാം, നമ്മളിപ്പോ ചെടിയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വിത്ത് നട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് വന്നിട്ട് വലിയൊരു ചെടിയായിട്ട് മാറുന്നല്ലേ. അപ്പൊ പൂമ്പാറ്റകളുടെ കേസിൽ എങ്ങനെയാ വളർച്ച വരുന്നത്? ആദ്യം കുഞ്ഞിതായിട്ട് മുട്ടയിടും. ഈ വല്ല ഇലകളുടെ ഒക്കെ ബാക്കില് കുഞ്ഞിതായിട്ട് മുട്ടയിടും. ചിലപ്പോ മഞ്ഞ കളറായിരിക്കാം, ഓരോരോ കളറിൽ ചിലപ്പോൾ ഇടും. എന്നിട്ട് എന്ത് ഉണ്ടാവും, അത് പിന്നീട് വളരും. ആ മുട്ട വളർന്നിട്ട് ചെറിയ ജീവികളായിട്ട് മാറും. ആ ജീവി വളർന്ന് ലാർവ എന്നതിന് പറയാം അല്ലെ, ലാർവ ഉണ്ട് എന്ന് പറയാം. ആ ലാർവ പിന്നീട് വളർന്ന് പ്യൂപ്പയായിട്ടൊക്കെ മാറും അല്ലെ. പ്യൂപ്പയായി മാറി പിന്നെയാണ് ഇങ്ങനെ പറന്നെടുക്കുന്ന പൂമ്പാറ്റയായിട്ട് മാറുന്നല്ലേ, ശലഭമായിട്ട് മാറുന്നത്. യെസ്, അപ്പൊ ഇതിന്റെ ലാർവ ഏതാണ്, അരളി ശലഭത്തിന്റെ ലാർവ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്, ഇത് നോക്കൂ, ഒരു ബന്ധവും ഇല്ല അല്ലെ. ഇപ്പൊ കണ്ട പൂമ്പാറ്റ പോലെ അല്ല ഇവിടെ ഉള്ളത്, നമ്മുടെ ആരുടെ അരളി ശലഭത്തിന്റെ ലാർവ ഉള്ളത്. അപ്പൊ ലാർവ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഈ പൂമ്പാറ്റേനെ പോലെയല്ല കാണാൻ വേണ്ടിയിട്ടാ, ഒരു പുഴുവിന്റെ മോഡലിലൊക്കെയാണ് കാണുന്നത്. പക്ഷെ ആളെന്താണ്, ഈ ആളാണ് വളർന്നിട്ട് എന്തായിട്ട് മാറുന്നത്, നമ്മൾ നല്ല ഭംഗിയിൽ കാണുന്ന ശലഭമായിട്ടാ, പൂമ്പാറ്റയായിട്ട് മാറുന്നത്. ഓക്കെ, റെഡി. അപ്പൊ നമുക്കിനി അടുത്ത ആളെ നോക്കാം. അടുത്ത ആളുടെ ലാർവ കണ്ടുപിടിക്കാം. അടുത്ത ആൾ ആരാണെന്ന് നോക്കാം. യെസ്, അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യൻ ക്രോ ബട്ടർഫ്ലൈയുടെ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മിസ് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അല്ലെ. അവിടെ അങ്ങനെ കുഞ്ഞിതായിട്ടുള്ള പുഴു, പിന്നെ അത് ലാർവയായി, ആ ലാർവ പിന്നീട് ബട്ടർഫ്ലൈ ആയിട്ട് മാറിയിട്ടുണ്ട്. യെസ്, ഇനി അടുത്ത ആൾ ആരാണ്? ഗരുഡ ശലഭമാണ്. സൗത്തേൺ ബേർഡ് വിങ് ബട്ടർഫ്ലൈ ആണ്. കണ്ടോ, ഇത് എന്ത് രസമാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല മഞ്ഞ കളറിലെ ചിറകുണ്ട്, ബ്ലാക്ക് ഉണ്ട്. നമ്മളെ വീടുകളിലൊക്കെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാരും കാണാൻ പറ്റും. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, ഇനി വീടിന് ചുറ്റും പോയി നോക്കുക, എന്നിട്ട് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക ഏതാണ് ആ പൂമ്പാറ്റ, എന്താ അതിന്റെ പേര് എന്നുള്ളത് മക്കൾക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. യെസ്, അപ്പൊ നമ്മുടെ ഗരുഡ ശലഭത്തിന്റെ ലാർവ ഏതാന്ന് നമുക്ക് അറിയണ്ടേ, നമുക്ക് നോക്കാം അല്ലെ. യെസ്, ഇതാണ് നമ്മുടെ ഗരുഡ ശലഭം. നമ്മൾ കണ്ടാ പറയോ ഈ ഒരാളാണ് വളർന്ന് ഇങ്ങനെ ആയിട്ടുള്ള നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ?
അത്രയും ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ എന്താണ്, നിങ്ങൾ ഇങ്ങനെ ഇലകളുടെ സൈഡിലോ അല്ലെങ്കിൽ ഇതേപോലെ കുഞ്ഞിതായിട്ടുള്ള ഈ കൊമ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ട ഇതിന് നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. കാരണം അത് വളർന്നിട്ടാണ് നല്ല ഭംഗിയുള്ള ശലഭങ്ങളായിട്ട് മാറുന്നത്. യെസ്, ഇനി നമുക്ക് അടുത്ത ആളുടെ ലാർവ ഏതാണ്, അടുത്ത ആൾ ആരാണെന്ന് നോക്കാം അല്ലേ. യെസ്, കൃഷ്ണശലഭമാണ് അടുത്തത്. ബ്ലൂ മോൺ ബട്ടർഫ്ലൈ ആണുള്ളത്. ബ്ലൂ മോൺ ബട്ടർഫ്ലൈ. അപ്പൊ നമുക്ക് നോക്കാം, എന്ത് രസമാ കാണാൻ വേണ്ടിയിട്ടല്ലേ. നല്ല ഭംഗിയുള്ള വൈറ്റ് കളർ ഉണ്ട്, ഇവിടെ ഒരു വൈറ്റിഷ് അല്ലെങ്കിൽ ഒരു ബ്ലൂ ഒക്കെ പറയാം അല്ലെ, വൈറ്റും ബ്ലൂ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ്, കാണാൻ നല്ല രസമാണ്. അപ്പൊ ഇതിന്റെ ലാർവ ഏതാണ്, എങ്ങനെ ആയിരിക്കും, നമ്മൾ ഇമാജിൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അല്ലെ, കാരണം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മുടെ എന്താ പറയാ ഇപ്പൊ ഉള്ള ഈ ഒരു ശലഭത്തിന്റെ പോലെയല്ല അതിന്റെ ലാർവ എന്ന് പറയുന്നത്, ടോട്ടലി അത് ഡിഫറെന്റ് ആണ്. യെസ്, കണ്ടോ, ഒരു ബന്ധവും ഇല്ല അല്ലെ, നമ്മള് പച്ച കളറിൽ കാണുന്നതാണ് ഇതിന്റെ ലാർവ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, നമ്മുടെ ലാർവ എന്ന് പറയുന്നതും അതുപോലെ അതിൽ നിന്ന് വളർന്നുണ്ടാകുന്ന അതിങ്ങനെ എന്താ പറയാ അതിങ്ങനെ വലുതായി വരുമ്പോൾ ഉണ്ടാകുന്ന പൂമ്പാറ്റയും തമ്മിൽ എൻറ്റയർലി ഡിഫറൻസ് ഉണ്ട്. യെസ്, ഇനി അടുത്തത് മഞ്ഞ പാപ്പാത്തി, ലിറ്റിൽ യെല്ലോ ബട്ടർഫ്ലൈ. അപ്പൊ അതിൽ നിന്നുള്ള പേരിൽ നിന്ന് നമുക്ക് കുറച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൾ എന്താണ്, ഒരു മഞ്ഞ കളറിലുള്ള ആളാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതേപോലെ മഞ്ഞ കളറിലുള്ള പൂമ്പാറ്റകളൊക്കെ നമുക്ക് ചുറ്റുണ്ടാവും. അപ്പൊ ഇനി ആ പൂമ്പാറ്റ കാണുമ്പോൾ നമ്മൾ എന്ത് പറയണം, അത് ലിറ്റിൽ യെല്ലോ ബട്ടർഫ്ലൈ ആണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. യെസ്, അപ്പൊ അതിന്റെ ലാർവയാണ് മിസ് കാണിക്കാൻ പോകുന്നത്. യെസ്, അത് ഏകദേശം ചെറിയൊരു കളറിന്റെ ഇതിലെങ്കിലും നോക്കുമ്പോൾ ഒരു ഡിഫറൻസ് കാണിക്കുന്നില്ല അല്ലെ, എന്നുവെച്ചാൽ മഞ്ഞ പോലെ തന്നെയാണ് കാണുന്നത്. എന്നാലും എന്താണ്, അതൊരു ഡിഫറെന്റ് ആണല്ലേ. ഈ പുഴു നമ്മളിങ്ങനെ അരിച്ചരിച്ച് പോകുന്ന പുഴുവിനെ പോലെയാണ് കാണാനുള്ളത്, പക്ഷെ എന്താണ്, ഇതെല്ലാം ശലഭത്തിന്റെ ലാർവയാണ്. യെസ്, ഇനി അടുത്ത ശലഭമാണ്. അടുത്ത ഡിഫറെന്റ് ആയിട്ടുള്ള ആൾ ആരാണ്, കോമൺ മോൺ ആണ്, നാരക ശലഭമാണ്. ഇങ്ങനെയൊക്കെ എന്തോരം ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകളുണ്ടല്ലേ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഞെട്ടിക്കാം, ആര് ചോദിച്ചാലും പറയാം ഇതാ ശലഭമാണ്. യെസ്, അപ്പോ ബട്ടർഫ്ലൈസിനൊക്കെ നമ്മൾ എന്താ പറയാ, നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശലഭോദ്യാനങ്ങൾ എന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്. അതേപോലെ ബട്ടർഫ്ലൈസിന് വേണ്ടിയിട്ട് പാർക്ക് ഉണ്ട് അല്ലെ, ചിലതില് പൂമ്പാറ്റകൾക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള കുറെ പാർക്ക് ഉണ്ട്. അവിടേക്ക് എന്റെ മക്കള് പോയി നോക്കണം, നല്ല രസമാണ് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. യെസ്, അപ്പൊ നാരക ശലഭത്തിന്റെ ലാർവ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. യെസ്, ഇതാണ് എന്താ നാരക ശലഭത്തിന്റെ ലാർവ എന്ന് പറയുന്നത്. യെസ്, ഇനി നമുക്ക് വേഗം അടുത്ത ആളെ നോക്കാം. അടുത്ത ആൾ ആരാണ്, ഓക്കില ശലഭം. ഓക്കില അല്ലെ, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള പേരാണ് അല്ലേ. നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല പേരൊന്നും, പക്ഷെ ആള് ഭയങ്കര ഫെമിലിയർ ആക്കണ്ട. ഒരു ഇല പോലെയാണ് അല്ലെ, ഒരു ഉണങ്ങിയ ഇല ഇങ്ങനെ ഇരിക്കുന്നത് അതുപോലെ ഇരിക്കുന്നത്, പക്ഷെ ഇത് ബ്യൂട്ടിഫുൾ ആണല്ലേ, കാണാൻ എന്ത് രസമാണല്ലേ ഈ പൂമ്പാറ്റേനൊക്കെ. അപ്പൊ അതിന്റെ ലാർവ എങ്ങനെയായിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം അല്ലെ. യെസ്, ഇതാണ് ഓക്കില ശലഭത്തിന്റെ ലാർവ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, ഒരുപാട് ശലഭങ്ങളുടെ ലാർവയുടെ കേസ് നമ്മളിപ്പോ പഠിച്ചു. എങ്ങനെയാണത് വളർന്നിട്ട് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞി ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത് നമുക്ക് മനസ്സിലായല്ലേ. യെസ്, അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എന്താ ഇന്ന് പഠിച്ചത്, കുഞ്ഞതായിട്ടുള്ള ലാർവയിൽ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂമ്പാറ്റ ഉണ്ടാവുന്ന കേസ് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇതുപോലെയുള്ള വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ മക്കളെ കാണാൻ വേണ്ടിയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.